ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബ് 1:12. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. യെസ്, ഇടയ്ക്ക് ഇട്ടിട്ട് ഓടരുത്, സഹിച്ചു നിൽക്കണം അവസാനം വരെ. അവർക്കാണ് കിരീടം ലഭിക്കുക. ഇതുതന്നെയാണ് മത്തായി ശ്ലീഹ 24-13 നമ്മോട് അരുളി ചെയ്യുന്നത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അതെ സ്നേഹമുള്ളവരെ, ആത്മശക്തി എന്ന ദാനവും സഹനശക്തി എന്ന ഫലവും പരസ്പരം ഇണപിരിയാത്ത സ്നേഹിതരെ പോലെയാണ്. നാം ആത്മശക്തിയുള്ളവരാണെങ്കിൽ അസാമാന്യമായ പലതും നമുക്ക് അനായാസം ചെയ്യാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ആത്മശക്തിയുള്ള അനേക നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. 1, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. 2, ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നയിച്ച മോശയും അഹ്റോനും. വീണ്ടും അതാ സൂര്യ തേജസ്സോടെ തിളങ്ങി നിൽക്കുന്ന ജോഷുവയെ ദൈവം ശക്തിപ്പെടുത്തിയ ഒരു വചനമുണ്ട്. നമുക്ക് ആ വചനം ഇന്ന് ധ്യാനിക്കാം. ഞാൻ മോശയോടെന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. അതെ, ദൈവവേലയ്ക്ക് ഇറങ്ങുന്നവർക്ക് വേണ്ട 2 ഗുണമാണ് ശക്തി, ധീരത. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ളൂ. കാരണം നാം നേരിടേണ്ടത് പ്രബലനായ ഒരു ശത്രുവുണ്ട് നമുക്ക്, സാത്താൻ. അവൻ പല കുടില തന്ത്രങ്ങളും നമുക്കെതിരെ പ്രയോഗിക്കും. അവിടെയൊക്കെ നാം പിടിച്ചു നിൽക്കണമെങ്കിൽ, സഹിച്ചു നിൽക്കണമെങ്കിൽ ആത്മശക്തി എന്ന വരദാന ഫലം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞാൻ പോരാടേണ്ടത് പ്രബലനായ ഒരു ശത്രുവിനോടാണെന്ന് എനിക്കറിയാം. ആ സമയമൊക്കെയും വചനമയച്ചെന്നെ ശക്തിപ്പെടുത്തണമേ, നിറയ്ക്കണമേ, വചനത്താൽ ശുദ്ധീകരിക്കണമേ. ഞാൻ പോരാടേണ്ടത് പ്രബലനായ ശത്രുവായ സാത്താനോടാണെന്ന് എനിക്കറിയാം. ദൈവമേ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ, ജോഷുവയോട് വാഗ്ദാനം ചെയ്ത പോലെ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ശക്തനും ധീരനുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും. നല്ല തമ്പുരാനെ, അതിനായി നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.